അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1432, സൂറത്ത് ഇബ്രാഹിം 42-43 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد ولا تحسبن الله غافلا عما يعمل الظالمون. നബിയെ, അക്രമികൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല അശ്രദ്ധനാണ് എന്ന് അങ്ങ് ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും, നിശ്ചയം അല്ലാഹു തആല അവരെ പിന്തിച്ചിടുന്നതിൽ യൗമിൻ, ഒരു ദിനത്തിലേക്ക് വേണ്ടിയാണ്. തശ്ഖസു ഫീഹിൽ അബ്സാർ, അന്നേ ദിനം കണ്ണുകൾ തള്ളിപ്പോകുന്ന ഭയാനകമായ ദിവസമാണ്. ആ ദിനത്തിലേക്ക് വേണ്ടിയാണ് അവരെ അള്ളാഹു പിന്തിച്ചിടുന്നത്. മുഹ്തിഈന, അവരന്ന് ധൃതിപ്പെട്ടു വരുന്നവരായ നിലക്ക്, മുഖ്നിഇ റൂസിഹിം, അതേപോലെ തലകൾ ഉയർത്തിപ്പിടിച്ചു വരുന്നു. ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, അവരുടെ കൺപോളകൾ അവരിലേക്ക് മടങ്ങുന്നില്ല. വഅഫ്ഇദത്തുഹും ഹവാ, അവരുടെ മനസ്സ് ശൂന്യവുമായിരിക്കും. ആ വിധത്തിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് മഹ്ശർ മൈതാനിയിലേക്ക് അക്രമികൾ വരുന്ന ആ ദിനം വരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ നൽകാതെ അള്ളാഹു തആല നീട്ടിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും അവർ അള്ളാഹു അറിഞ്ഞില്ല, കണ്ടില്ല, അതുകൊണ്ട് അവർ ഇപ്പോഴും അക്രമങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു എന്ന് ധരിക്കേണ്ടതില്ല എന്ന്. അക്രമങ്ങൾ അനുഭവിച്ച് പ്രയാസം കാരണം മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിന് സമാധാനം നൽകാനും അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മതിമറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ള ഒരു മുന്നറിയിപ്പും അതേപോലെ വിശ്വാസികൾക്കുള്ള ഒരു ഗുഡ് ന്യൂസുമാണ് ഈ രണ്ട് സൂക്തങ്ങളിലൂടെ അല്ലാഹു തആല പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളുടെ മുൻ സൂക്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ബന്ധത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാം. ഇന്നഹു തആല ലമ്മാ ബയ്യന ദലായിലത്ത് തൗഹീദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തിന്റെ തെളിവുകൾ നേരത്തെ വിശദീകരിച്ചുവല്ലോ. സുമ്മ ഹക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല വിവരിച്ചു. അന്നഹു തലബ മിനല്ലാഹി യസൂനഹു അനിശ്ശിർക്ക്, ബഹുദൈവാരാധനയെ തൊട്ട് തന്നെ സംരക്ഷിക്കണമെന്നും കാവല് നൽകണമെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന അല്ലാഹു ഉദ്ധരിച്ചു. അതേപോലെ തലബ മിൻഹു അൻ യുവഫിഖഹു ലിൽ അഅമാലിസ് സാലിഹ, സുഹൃതങ്ങൾ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയും വഅൻ യഖുസ്സഹു ബിർറഹ്മത്തി വൽ മഗ്ഫിറത്തി ഫി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ പാപമോചനം കൊണ്ടും കാരുണ്യം കൊണ്ടും തനിക്ക് പ്രത്യേകമായ പദവി നൽകാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതും അല്ലാഹു തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ ഉണർത്തി. അതിനുശേഷം ദക്കറ ബഅദ ദാലിക മാ യദുല്ലു അലാ വുജൂദി യൗമിൽ ഖിയാമ, അന്ത്യനാൾ ഉണ്ടാകുമെന്നതിനുള്ള തെളിവ് അല്ലാഹു തആല പറയുകയാണ്. ഇവിടെ പുനർജന്മം സാധ്യമാണെന്നും അതേപോലെ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുള്ള സംഗതികൾക്കെല്ലാമുള്ള ഒരു കണക്കെടുപ്പിന്റെ നാൾ വരാനുണ്ടെന്നും തെളിയിക്കുന്ന ഒരു പരാമർശനമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ ഒമാ യദുല്ലു അലാ സിഫത്തി യൗമിൽ ഖിയാമ, അന്ത്യനാളിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നും വിവരിക്കുകയാണ്. അന്ത്യനാൾ എന്നൊരു സംവിധാനമുണ്ട് എന്ന് തെളിയിക്കുന്നതോടൊപ്പം ആ അന്ത്യനാൾ എങ്ങനെയൊക്കെയാണ് എന്ന് അനാവരണം ചെയ്യുന്ന സാഹചര്യം കൂടി ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അമ്മല്ലദി യദുല്ലു അലാ വുജൂദി യൗമിൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഉണ്ടാകും എന്നതിന്റെ തെളിവായിട്ട് ഇവിടെ പറയണത് ഏതാ? ഫഹുവ ഖൗലുഹു വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. നബിയെ, വലാ തഹ്സബന്നല്ലാഹ, അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങ് ധരിക്കുകയേ ചെയ്യരുത്, ഗാഫിലൻ, അല്ലാഹു തആല അശ്രദ്ധനാണെന്ന് ധരിക്കരുത്, അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനാണ് എന്ന് ധരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. അപ്പൊ അശ്രദ്ധനാണെന്ന് ധരിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൽ മഖ്സൂദു മിൻഹു, ഈ സൂക്തം വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് അങ്ങ് ധരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അത്തംബീഹു അലാ അന്നഹു തആല ലൗ ലം യൻതഖിം ലിൽ മദ്ലൂമി മിനൽ ളാലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഖ്യാപനത്തിലൂടെ ഒരു ഉണർത്തൽ നടത്തുകയാണ്. എന്താ ഉണർത്തുന്നത്? അല്ലാഹു തആല മർദ്ദകനിൽ നിന്ന് മർദ്ദിതന് വേണ്ടി ശിക്ഷ സ്വീകരിക്കുന്നില്ലെങ്കിൽ, അഥവാ മർദ്ദനം നടത്തിയ ആൾക്ക് അക്രമിക്ക് അല്ലാഹു തആല ശിക്ഷ നൽകുകയും മർദ്ദനം ഏറ്റുവാങ്ങിയവന്റെ വിഷമത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്നില്ലെങ്കിൽ ലസിമ അൻ യകൂന ഇമ്മ ഗാഫിലൻ അൻ ദാലിക ളാലിം, ഒന്നുകിൽ ആ പരിഹാരം കാണാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ അക്രമം നടത്തിയ ആളെ സംബന്ധിച്ച് അള്ളാഹുവിന് ഒരു ധാരണയുമില്ല, അങ്ങനെ ഒരു അക്രമം നടന്നു എന്നും അള്ളാഹുവിന് അറിയില്ല എന്നതുകൊണ്ടാകും. ഔ ആജിദനിൽ ഇന്തിഖാമി, അല്ലെങ്കിൽ അക്രമം നടന്നതൊക്കെ അറിയാം, പക്ഷെ അതിന് അർഹമായ ശിക്ഷ കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാകാം. ഔ കാന റാളിയം ബിദാലിക ളുൽമി, അല്ലെങ്കിൽ ഈ അക്രമം അങ്ങനെ നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാകാം. ഈ മൂന്നാലൊരു സാധ്യത മാത്രമേ ഇവിടെയുള്ളൂ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അക്രമികളായിട്ടുള്ള അറേബ്യൻ മുശ്രിക്കുകളുടെ പീഡന താടനങ്ങൾ ഏറ്റുവാങ്ങി അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനസികമായി അവർ വല്ലാതെ വിഷമിക്കുന്നു. ശാരീരിക വേദനകൾ പോലും അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് പലപ്പോഴും അവരെത്തുന്നു. പക്ഷെ അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടും ഈ കാളക്കൂറ്റന്മാര് വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടെ അവരുടെ അതിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴും അവർക്കെതിരെ അല്ലാഹു തആല നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല എന്ന ഒരവസ്ഥ കാണുമ്പോ സ്വാഭാവികമായും ആളുകൾക്ക് തോന്നാമല്ലോ, എന്ത്, അക്രമങ്ങൾ ഇവിടെ നടത്തുന്ന സംഗതി അല്ലാഹു അറിയുന്നില്ല എന്നോ, അല്ലെങ്കിൽ ആ അക്രമങ്ങൾ കണ്ടിട്ട് അത് സഹിക്കാനല്ലാതെ അവരെ എതിർക്കാൻ അല്ലാഹുവിന് കഴിയില്ല എന്നോ വരാം. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നൊരു സാധ്യത എന്തേ ഉള്ളൂ? അവരാ കാണിക്കുന്ന അക്രമങ്ങൾ പടച്ചോന് പെരുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ളൊരു സംഗതി അവർ ചെയ്ത സ്ഥിതിക്ക് പിന്നെ അവർക്കെതിരെ ഒരു പണിഷ്മെന്റ് ഉണ്ടാവുക എന്നത് സ്വാഭാവികമായും നടക്കില്ലല്ലോ. അതുകൊണ്ടാകാം. ഈ മൂന്നാലൊരു സാധ്യതയാണ് ഇവിടെ വരാനുള്ളത് എങ്കിൽ വലമ്മ കാനത്തിൽ ഗഫ്ലത്തു വൽ അജ്സു വൽറിളാ ബിൽ ളുൽമി മുഹാലൻ അലല്ലാഹ്, എന്നാൽ ഈ മൂന്ന് സാധ്യതയും അള്ളാഹുവിനെ സംബന്ധിച്ച് അസംഭവ്യമാണ്, പോസിബിൾ അല്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും അവന്റെ ശ്രദ്ധയിൽ നിന്ന് മായ്ച്ചു കളയാനോ അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടത്താനോ ആർക്കും സാധിക്കാത്ത വിധം എല്ലായ്പ്പോഴും പൂർണാർത്ഥത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തെങ്കിലും വിഷയങ്ങളുടെ അവിടെയും ഇവിടെയുമുള്ള ഒരു പൊതുവായ അറിവല്ല, എല്ലാ സംഗതിയുടെയും കൃത്യമായിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ അതിന്റെ ശരിയായ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുകൊണ്ട് അശ്രദ്ധനായി എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ശ്രദ്ധയൊക്കെ ഉണ്ട്, സംഗതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള ധൈര്യമല്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല എന്നത്. അതും അള്ളാഹിനെ പറ്റി പറഞ്ഞുകൂടാ. കാരണം അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച എന്തും നടപ്പാക്കാൻ ശക്തനും കഴിവുള്ളവനുമാണ്. ഇപ്പൊ ഇവരെ അക്രമികൾക്ക് ആ അക്രമം നടത്താനുള്ള ആ കഴിവും അല്ലാഹു തആല നൽകിയതുകൊണ്ടുണ്ടായതാണ്. അപ്പൊ അത് അല്ലാഹു തആല ക്യാൻസൽ ചെയ്താൽ ഒരിക്കലും തന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കഴിവില്ലായ്മയും അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. കാരണം അവരെക്കാളൊക്കെ എത്രയോ വലിയ ശക്തികളെ അല്ലാഹു തആല ഒതുക്കിയിട്ടുണ്ട്, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ കഴിവില്ലായിക എന്നതും പറഞ്ഞുകൂടാ.
ഇനി അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറയാമോ? അതും പറഞ്ഞുകൂടാ. കാരണം എന്താ? അക്രമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ പറഞ്ഞ മൂന്ന് സംഗതികളെയും, അതായത് വലമ്മാക്കാനത്തിൽ ഗഫലത്തു, അശ്രദ്ധയും, വൽ അജ്സു, അശക്തിയും, വജില്ലാ ബിൽദുൽമി, അക്രമത്തെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കലും, മുഹാലൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ അസംഭവ്യമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇംതനഅ അല്ലാ യൻതഖിമ ലിൽ മദ്ലൂമി മിനൽ ളാലിം, അക്രമിയിൽ നിന്ന് അക്രമിക്കപ്പെട്ടവന് വേണ്ടി ശിക്ഷാ നടപടി സ്വീകരിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിൽ ഉണ്ടാവില്ല. മറിച്ച് അവൻ ആ ശിക്ഷാ നടപടി സ്വീകരിക്കും എന്ന് ഉറപ്പായി. എന്നിട്ടോ ശിക്ഷാ നടപടി സ്വീകരിക്കും എന്ന് വന്നപ്പോ സുമ്മ ബയ്യന തആല, അള്ളാഹു വിശദീകരിച്ചു, അന്നഹു ഇന്നമാ യുഅഖിറു ഇഖാബ ഹൗലാഇൽ ളാലിമീൻ, ഈ അക്രമികളുടെ ശിക്ഷയെ അള്ളാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കുന്നതിൽ യൗമിൻ മൗസൂഫിൻ ബി ഖംസി സിഫാത്തിൻ. ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, 5 വിശേഷണങ്ങളുള്ള ഒരു ദിനത്തിലേക്ക് അള്ളാഹു തആല മാറ്റിവെച്ചിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു തആല ശിക്ഷ കൊടുക്കൂല എന്നില്ല, അവർ ചെയ്യുന്നത് അള്ളാഹു തആലക്ക് ഇഷ്ടമാണ് എന്നുമില്ല, അവർ ചെയ്യുന്നത് അള്ളാഹു അറിഞ്ഞില്ല എന്നുമില്ല. മറിച്ച് അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ അള്ളാഹുവിന് സാധിക്കും. അവര് അவ்விധത്തിലുള്ള അക്രമങ്ങൾ കാണിച്ചതിൽ കടുത്ത ദേഷ്യം തന്നെയാണ് അള്ളാഹുവിനുള്ളത്. എന്നാൽ എന്തേ ശിക്ഷിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ മറുപടി, അത് ശിക്ഷിക്കേണ്ട ഒരു സമയം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് ആ ശിക്ഷയെ അള്ളാഹു തആല നീട്ടിവെച്ചിരിക്കുകയാണ്. ആ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നീട്ടിവെച്ച ദിനത്തിന് 5 വിശേഷണങ്ങളുണ്ട്. ഏതാ വിശേഷണങ്ങൾ? അല്ലൂല, ഒന്നാമത്തത് അന്നഹു തശഖസു ഫീഹിൽ അബ്സാർ, അന്നത്തെ ദിവസം കണ്ണുകളൊക്കെ ഇങ്ങനെ മേലോട്ട്, കണ്ണു തള്ളിപ്പോയി എന്ന് പറയില്ല നമ്മള്, മേലോട്ട് ഉയർത്തിക്കൊണ്ട് ഇരിക്കും ആളുകൾ. അതേപോലെ തന്നെ രണ്ടാമത്തത് മുഹ്തഈൻ, ധൃതിപ്പെട്ട് ആരോ വിളിക്കുന്നു, വിളിക്കുന്ന ആൾ വിളിക്കുന്ന പോയിന്റിലേക്ക് ധൃതിപ്പെട്ടു വരിക എന്ന സ്വഭാവം ജനങ്ങൾ സ്വീകരിക്കും. മൂന്നാമത്തത് മുഖ്നഈ റൂസിഹിം, തല ഉയർത്തിപ്പിടിച്ചാണ് വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല, എന്തോ ഭയങ്കരമായ സംഭവമാണ് നടക്കാൻ പോകുന്നത് എന്ന ആ ഒരു വല്ലാത്ത വിഷമത്തിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ വരിക. വറാബിയത്തു, നാലാമത്തത് ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, അവരുടെ കണ്ണുകൾ അവരിലേക്ക് മടങ്ങില്ലാച്ചാൽ ഈ ഉയർത്തിപ്പിടിച്ച അതേ അവസ്ഥയിൽ കൺപോള ഒന്ന് മാറ്റുകയോ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാതെ ഒരൊറ്റ പോയിന്റിലേക്ക് കണ്ണുകൾ തിടിച്ചു പിടിച്ച് തള്ളിയ കണ്ണുകൾ അങ്ങനെ തന്നെ നിർത്തിയിട്ടാണ് അവർ വരിക. അത്രയും ഗുരുതരമാണ് രംഗമെന്നർത്ഥം. വൽഖാമിസത്തു അഫ്ഇദത്തുഹും ഹവാ, അഞ്ചാമത്തത് അവരുടെ മനസ്സുകളൊക്കെ ശൂന്യമാണ്, അവരുടെ മനസ്സിൽ മറ്റൊരു സംഗതിയുമില്ല, എന്തൊക്കെയാ നടക്കാൻ പോണത് എന്ന ആ ഒരു സംഗതിയെക്കുറിച്ചുള്ള ആങ്സൈറ്റി മാത്രമേ അവരിലുള്ളൂ. ആ വിധത്തിൽ ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിനം, ആ ദിനത്തിലേക്ക് അല്ലാഹു തആല ശിക്ഷയെ നീക്കിവച്ചിരിക്കുകയാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, നബിയെ അല്ലാഹു തആലയെ കുറിച്ച് അവൻ അശ്രദ്ധനാണെന്ന് തങ്ങൾ ധരിക്കരുത്. അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്ന അക്രമത്തെ സംബന്ധിച്ച് അവരുടെ അക്രമം അല്ലാഹു അറിയുന്നില്ലെന്ന് ധരിക്കണ്ട, അവർക്ക് ശിക്ഷ കൊടുക്കാൻ അല്ലാഹുവിന് സാധിക്കില്ലെന്നും വിചാരിക്കണ്ട. അവർ ചെയ്യുന്ന അക്രമങ്ങൾ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കണ്ട. മറിച്ച് അല്ലാഹു തആല ഇന്നമാ യുഅഖിറുഹും, അവരെ അല്ലാഹു തആല പിന്തിച്ചിരിക്കുകയാണ്, അവർക്ക് അല്ലാഹു തആല ശിക്ഷ താമസിപ്പിച്ചിരിക്കുകയാണ്. ലിയൗമിൻ, ഒരു ദിനത്തിലേക്ക്. എങ്ങനത്തെ ദിനമാണ്? തശ്ഖസു ഫീഹിൽ അബ്സാർ, അന്നേ ദിനം കണ്ണുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കും. കണ്ണുകൾ ഉയർന്നു നിൽക്കുന്ന ദിനം, ഉയർന്നു നിൽക്കുന്ന ഒരു ഭയാനകമായ ദിനം. കണ്ണുകൾ അന്ന് നടക്കാൻ പോണ സംഗതികളെക്കുറിച്ച് ആലോചിച്ച് കണ്ണ് തള്ളിപ്പോകുന്ന അവസ്ഥയിലുള്ള ഒരു ഭയാനകമായ ദിനം. ആ ദിനത്തിലേക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ അവർ ശിക്ഷ അനുഭവിക്കുന്നില്ല, ഈ അക്രമങ്ങളൊക്കെ നടത്തിയിട്ടും അവർക്കൊരു ചുക്കും സംഭവിക്കുന്നില്ല എന്നത് അവര് രക്ഷപ്പെട്ടു എന്നതിന്റെ രേഖയല്ല. മറിച്ച് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിശ്ചിതമായിട്ടുള്ള അവധി വച്ചിരിക്കുകയാണ്. ആ അവധി വരെ മാത്രമേ അവരുടെ ഈ ഓട്ടമുണ്ടാവുകയുള്ളൂ, അതുവരെ മാത്രമേ അവരുടെ അക്രമം നടക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല, അല്ലാഹു പറയുന്നത് എന്താണ് ഇവിടെ? വലാ തഹ്സബന്നല്ലാഹ യാ മുഹമ്മദു, നബിയെ അല്ലാഹുവെ കുറിച്ച് തങ്ങൾ ധരിക്കേണ്ട ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ,
ഐ ലാ തഹ്സബന്നഹു ഇദാ അൻദറഹും വഅജ്ജലഹും അന്നഹു ഗാഫിലുൻ അൻഹും മുഹ്മിലുൻ ലഹും ലാ യുആഖിബുഹും അലാ സനഇഹിം ബൽ ഹുവ യുഹ്സി ദാലിക അലൈഹിം വയഉദ്ദുഹു അലൈഹിം അദ്ദാ. ഈ അക്രമികൾക്ക് സാവകാശം നൽകുന്നതും അവർക്ക് ഉടനെ തന്നെ ശിക്ഷ കൊടുക്കാത്തതും കാണുമ്പോൾ അള്ളാഹു അവരെ വെറുതെ വിട്ടേക്കുകയാണെന്നും അവരുടെ ഈ പ്രവർത്തനങ്ങൾക്കൊരു തിരിച്ചടിയും അവർക്ക് ലഭിക്കുകയില്ലെന്നും തങ്ങൾ ധരിക്കണ്ട. മറിച്ച് ബൽഹു യുഹ്സി ദാലിക അലൈഹിം, അള്ളാഹു അതെല്ലാം എണ്ണിക്കണക്കാക്കി വെക്കുന്നുണ്ട്. ഓരോ അക്രമവും അതിന്റെ ഗൗരവവും അതേപോലെ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള അളവും എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വയഉദ്ദുഹും അലൈഹി അദ്ദാ, അതൊക്കെ അള്ളാഹു തആല എണ്ണി വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് എണ്ണി ഓരോന്നിനും മറുപടി അള്ളാഹു തആല അവർക്ക് നൽകാൻ പോകുന്നുമുണ്ട്. ആ നൽകുന്നതെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സമയം അള്ളാഹു നിശ്ചയിച്ചു എന്ന് മാത്രം. അതുവരെ മാത്രമേ ഈ തുള്ളലുണ്ടാവുകയുള്ളൂ, അതുവരെ മാത്രമേ അവരുടെ ഈ ഓട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണമെന്നർത്ഥം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നതെങ്കിലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളോടും അല്ലാഹു തആല വിശ്വാസികൾക്ക് സന്തോഷവാർത്തയും അതേപോലെ ധിക്കാരികൾക്ക് താക്കീതും നൽകുകയാണ്. അഥവാ ഇങ്ങനെയൊക്കെ അക്രമം കാണിച്ചിട്ടും പിന്നെയും ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുവല്ലോ എന്നത് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിലുള്ള അംഗീകാരമായി മനസ്സിലാക്കണ്ട. അതൊരു നിശ്ചിത സമയം വരെയുള്ള നിങ്ങളുടെ ഈ ആളിക്കത്തുന്ന കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തൽ മാത്രമാണ് എന്നു മനസ്സിലാക്കണമെന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, അവരെ അല്ലാഹു തആല അതാ പിന്തിച്ചിടുന്നത്, ശിക്ഷയില്ലാതെ അവരെ താമസിപ്പിക്കുന്നത് ലിയൗമിൻ തശഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ ഉയർന്നു നിൽക്കുന്ന തള്ളിപ്പോകുന്നൊരു ദിനത്തിന്റെ ഭയാനതയ്ക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് അന്ന് കണ്ണുകൾ ഉയർന്നു നിൽക്കുന്നത്? ലിഹൗലിമാ തുറാ, അന്ന് കാണപ്പെടുന്ന സംഭവങ്ങളുടെ ഭയാനകതകൾ കാരണം. അന്ന് കണ്ണ് ചിമ്മാൻ സാധിക്കാത്ത വിധം കണ്ണുകളിങ്ങനെ തുറന്നു വെച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ, എന്തൊക്കെയാ നടക്കുന്നത് എന്നതിനെ കുറിച്ച് തുറന്നു നോക്കിക്കൊണ്ടിരിക്കാൻ, കണ്ണടക്കാതെ ഒരു നിമിഷം കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അന്നത്തെ ദിവസം എന്താ ചെയ്യണത്? മുഹ്തിഈന, ബദ്ധപ്പെട്ട് ഓടിക്കൊണ്ടുവരും. അല്ലാഹു വിളിച്ചിരിക്കുന്നു, ആ വിളിക്ക് ഉത്തരം നൽകാൻ അവരെല്ലാവരും ബദ്ധപ്പെട്ട് ധൃതിപ്പെട്ടുകൊണ്ട് ഓടിവരുന്ന സാഹചര്യമുണ്ടാകും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അവര് ഓടിവരും പറഞ്ഞത് വിളിക്കുന്ന ആളുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഓടിവരുന്നു എന്ന് പറഞ്ഞത് വദ്ദാഇഹു ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. തഫ്സീർ ജമലിൽ കാണാം, ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് ആ വിളിക്കുന്നത്. ഏതാണ്? ഹൈസു യദ്ഉ ഇലൽ ഹശ്രി, മഹ്ശറിൽ ഒരുമിച്ച് കൂടാനുള്ള വിളി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രാഫീൽ അലൈഹിസ്സലാം നടത്തും. അതായത് യഖൂലു, ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയും, അയ്യത്തുഹൽ ഇളാമുൽ ബാലിയ, നുരുമ്പി ദ്രവിച്ചു പോയിട്ടുള്ള എല്ലിൻ കൂടങ്ങളെ, വല്ലൗസാലുൽ മുതഖത്തിഅ, അതേപോലെ തന്നെ വേർപെട്ടു പോയിട്ടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളെ, വല്ലുഹൂമുൽ മുതമസ്സിഖ, ഛിന്ന ഭിന്നമായി പോയ മാംസകഷ്ണങ്ങളെ, വശുഊറുൽ മുതഫരിഖ, അവിടെയും ഇവിടെയുമായി ചിന്നിച്ചെതിരിയിരിക്കുന്ന രോമങ്ങളെ. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റേതായിട്ടുള്ള പാർട്ടുകൾ വിവിധ ഭാഗങ്ങളായി തകർന്നടിഞ്ഞു കിടക്കുകയല്ലേ ഇപ്പോ? ആ അവസ്ഥയിലുള്ളതിനെ എല്ലാം വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, ഇന്നല്ലാഹ യഅ്മുറുകുന്ന അൻ തജ്തമിഅന ലിഫസ്ലിൽ ഖളാ, അല്ലാഹുവിന്റെ വിധി പ്രഖ്യാപനം നടക്കുന്നിടത്തേക്ക് ഒരുമിച്ചുകൂടാൻ നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയും. അങ്ങനെ പറയുമ്പോൾ ഇവരുടെ ശരീരത്തിന്റെ അവിടെയും ഇവിടെയും ഒക്കെ കടക്കുന്ന അല്ലെങ്കിൽ മണ്ണിലൊക്കെ ദ്രവിച്ചു പോയിരിക്കുന്ന സാധനങ്ങൾ അതെല്ലാം ഉയർത്തെഴുന്നേറ്റ് ഒരുമിച്ചുകൂടി ഒരു പൂർണ്ണ മനുഷ്യനായ ഓരോരുത്തരും ഇതാ ഒരുമിച്ചുകൂടേണ്ട അസംബ്ലി പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് ഇങ്ങനെ ധൃതിപ്പെട്ടു വരും. അതാ മുഹ്തിഈൻ, അവർ ധൃതിപ്പെട്ടു വരുന്നവരായിരിക്കും. അതോടൊപ്പം തന്നെ മുഖ്നി റൂസിയും, അവർ തലകൾ ഉയർത്തിപ്പിടിച്ചവരായിരിക്കും. എന്ന് പറഞ്ഞാൽ നടക്കാൻ പോണ സംഗതികളെക്കുറിച്ച് ആലോചിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ അവർ വരും, ഇതുമാത്രം ചിന്തിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ലായർത്തദ്ദു ഇലൈഹിം തർഫുഹും, അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് തിരിച്ചു വരികയില്ല. എന്ന് പറഞ്ഞാൽ ഉയർത്തുന്ന കണ്ണുകൾ താഴോട്ടൊന്നും മാറ്റാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല.
അതോടൊപ്പം തന്നെ അഫ്ഇദത്തുഹും ഹവാ, അവരുടെ മനസ്സുകൾ ശൂന്യമായിരിക്കും. അവരുടെ മനസ്സിൽ ഒരു ചിന്തയും വേറെ വരുന്നില്ല. എന്തൊക്കെയാ നടക്കാൻ പോണത് എന്നൊരൊറ്റ വിഷയം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന നാളിൽ അവരെല്ലാവരും വരും. എല്ലാവരും ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ കാണിച്ചുകൂട്ടിയ സകലമാന വിക്രിയകൾക്കും ഓരോന്നിനും എണ്ണി എണ്ണി അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിക്കും. ആ ദിവസം വരേക്ക് അല്ലാഹു തആല അവർക്കൊരു സാവകാശം നൽകിയിരിക്കുകയാണ് നബിയെ. അല്ലാതെ അവരെ അല്ലാഹു തആല മറന്നിട്ടില്ല. അവരുടെ അക്രമങ്ങൾ അല്ലാഹു തആല കാണാതെ പോയിട്ടില്ല. അവരെ അല്ലാഹു തആല വെറുതെ വിട്ടിട്ടുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് വിശ്വാസികൾക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്, ഒരു സമാധാനിപ്പിക്കലാണ്. അതേസമയത്ത് നിഷേധികൾക്ക് ഒരു താക്കീതാണ്. അഥവാ ഇതിൽ നിന്നെല്ലാം മാറി പശ്ചാത്തപിച്ച് നന്നാകാനുള്ളൊരു അവസരം ഇപ്പോഴും അല്ലാഹു തരികയാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു ദിനത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി ഒരുങ്ങാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.